എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് രുചിയിടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. മാങ്ങ ഒരുപാടുള്ള സമയത്ത് നമ്മളത് പറിച്ച് അരിഞ്ഞുണക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ഉണക്കിയെടുത്ത മാങ്ങ കൊണ്ട് ഇന്ന് നല്ലൊരു അടിപൊളി അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉണങ്ങിയ മാങ്ങ കയ്യിലുള്ളവർ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പിക്കിൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇത് സാധാരണ മാങ്ങ അച്ചാറല്ല, ഉണങ്ങിയ മാങ്ങ വെച്ചാണ് ഈ അച്ചാർ ഞാൻ തയ്യാറാക്കുന്നത്. ഓണക്കാലമൊക്കെയാണ്, നമുക്ക് പലതരത്തിലുള്ള അച്ചാറുകൾ നമ്മൾ ഇടേണ്ട സമയമാണ്. ഈ മാങ്ങ ഉണങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മാങ്ങയുടെ സീസണിലൊക്കെ നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കും. തൊലിയോടുകൂടി തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ചെറുതായിട്ട് എന്നിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഉപ്പ് പുരട്ടി വയ്ക്കും. ഉപ്പ് പുരട്ടി തലേദിവസം രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് നമ്മൾ വെയിലത്ത് ഉണക്കാനിടും. ആ ഉപ്പ് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ആ ഉണങ്ങിയ മാങ്ങ ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇടും. എന്നിട്ട് അത് വീണ്ടും സോക്കാവും. അപ്പോൾ ശരിക്കും ഇതിൽ ഉപ്പ് പിടിച്ചോളും. എന്നിട്ട് വീണ്ടും അത് ഉണക്കിയെടുക്കും. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും നല്ലവണ്ണം മാങ്ങാത്തൊലി ഉണങ്ങി കിട്ടും. മാങ്ങാത്തൊലിന്നും ഉണക്ക മാങ്ങാന്നും ഒക്കെ ഇതിന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുത്ത ഈ മാങ്ങ ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് പിക്കിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, കറികളിലൊക്കെ ഇടാൻ പറ്റും, പുളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പലതരത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈ മാങ്ങ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് കഴുകിയതിന് ശേഷം നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വെന്ത് കലങ്ങി പോകുന്ന ടൈപ്പ് മാങ്ങയാണെങ്കിൽ അത് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ മാത്രം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഹാർഡായിട്ടുള്ള മാങ്ങയാണ്. അത് 1 മണിക്കൂർ കുതിർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഇതുപോലെ കുതിർത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. ഇത് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരും. മാങ്ങ ഉണങ്ങിയത് വലിയ കഷ്ണമാണെങ്കിൽ വേണമെന്നുള്ളവർക്ക് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ഇതുപോലെ സോക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ അരിയാൻ എളുപ്പമായിരിക്കും. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇനി എന്തെല്ലാമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് 2ആയിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി വേണം. എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും വേണം. മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കായം വേണം. നല്ലെണ്ണയാണ് ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് വേണം. പിന്നെ വിനാഗിരി വേണം. കുറച്ച് പഞ്ചസാര വേണം. കടുക്, ഇത്രയുമൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി വെച്ചത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം എണ്ണ വേണം, ഇത് അച്ചാറൊക്കെ ആയതുകൊണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് ഒരു നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കി ഇടുമ്പോൾ അച്ചാറിന് കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും. മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇട്ടാലും മതിയാവും. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. നല്ലവണ്ണം തന്നെ പച്ചച്ചുവ മാറിയാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്ക് നമ്മൾ 2ആയിട്ട് പിളർന്ന് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇടാം. ഇനി കറിവേപ്പില ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്തതും ഇടാം. രണ്ടും ഒരു 5 ടേബിൾ സ്പൂൺ വീതം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2.5 കപ്പ് ഉണങ്ങിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനൊരു 10 ടേബിൾ സ്പൂണോളം മുളക് പൊടി വേണ്ടി വരും. അത് കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും മിക്സ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം. അപ്പം നല്ലൊരു കളറും കിട്ടും, എരിവും കിട്ടും. 1 ടേബിൾ സ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മൊരിയിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്.
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മാങ്ങാത്തൊലി ഇട്ട് കൊടുക്കാം. മാങ്ങാത്തൊലിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ മാങ്ങയിലും ഈ മുളക് പൊടിയും എല്ലാം നല്ലവണ്ണം കോട്ട് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മുളക് പൊടിയൊക്കെ മതിയോ എന്ന്. പോരാ എങ്കിൽ വേറെ നമ്മൾ കുറച്ച് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. പച്ചക്കിടരുത്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ആ മാങ്ങ കുതിർത്താനായിട്ട് വെച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനാകുമ്പോൾ ആ മാങ്ങയുടെയും ഉപ്പിന്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടാകും. ഓരോരുത്തർക്കും എത്രമാത്രം ചാറ് വേണമെന്നനുസരിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇരിക്കും തോറും കുറച്ചുകൂടി വികസിച്ചു വരും, എന്ന് വെച്ചാൽ ഉണങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. പുളി കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ഒഴിക്കുക. ഇനിയിപ്പോൾ ഈ മാങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര മതിയാവും. പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇരിക്കുന്തോറും ഈ അച്ചാർ കുറച്ച് ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. മാങ്ങ കുതിർത്തി വെച്ച വെള്ളം നമ്മൾ ഒഴിച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ആ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതില്ല എങ്കിൽ മാത്രം നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഉണക്കി വെച്ചിട്ടുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നല്ലൊരു ചില്ല് കുപ്പിയിലാക്കിയിട്ട് അടച്ച് ഭദ്രമാക്കി വെക്കാവുന്നതാണ്. ഒരു 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇത് കഴിക്കാൻ തുടങ്ങാം. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.